വേറെ എന്തു സഹിക്കാം വണ്ടിയുള്ള സൗണ്ട്. ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. നോക്കണ്ട, അതിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ജെന്യൂൻ ആയിട്ട് ആൻസർ ചെയ്യും. എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമില്ലാത്ത കാര്യം എൻ്റെ ഈ നോണത്തരല്ലേ. എല്ലാവരും വിചാരിക്കണ്ടാവും എൻ്റെ സ്ക്രബ് എവിടെ. സ്ക്രബ് ഞാൻ കുറച്ച് ദിവസം ലീവ് കൊടുത്തതാ. ഭയങ്കര ചൂടപ്പോൾ ബാംഗ്ലൂർ. പക്ഷെ നാട്ടിലത്തെ അത്രല്ലേ കേട്ടോ. ഞങ്ങളെ ക്ലിനിക്കിനെ സംബന്ധിച്ചിടത്തോളം സ്ക്രബിലല്ല കാര്യം, ട്രീറ്റ്മെൻറ്റിലാണ് കാര്യം. സത്യം പറയല്ലോ, ഞാൻ വർക്ക് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ക്ലിനിക്കാണിത്. ഇവിടെ പേഷ്യൻസും ഡോക്ടേഴ്സും തമ്മിലാണെങ്കിലും ഇപ്പം ഞാനും ജുഷിനി ചേച്ചിയും തമ്മിലാണെങ്കിലും ഞങ്ങളെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത്. ഞാൻ അതൊക്കെ പറയുന്നത് വെറുതെ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി നിങ്ങൾ തന്നെ പറയും. ആ കാണുന്നതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. ഇതെന്ത് സംഭവം എന്നറിയോ? ഇതെനിക്ക് ജുഷിനി ചേച്ചി വിഷുവിന് ഗിഫ്റ്റ് തന്നത്. ഞാൻ ആദ്യം പറഞ്ഞാ ഈ വീഡിയോക്ക് ഒരു തലയും വാലും ഉണ്ടാവില്ല. ഇതൊക്കെ ഓരോരോ ദിവസത്തെ വീഡിയോസ് തന്നെ. എന്തൊക്കെയെന്ന് എനിക്കറിയില്ല. കാരണം ഇത് എനിക്കറിയാം. ഇത് ഞാൻ പറഞ്ഞുതരാം. അത് ഞങ്ങളെല്ലാവരും പുറത്ത് ഫുഡ് കഴിക്കാൻ പോയതായിരുന്നു ഇന്നലെ. ഞങ്ങളുടെ അടുത്ത് ആദ്യമേ പറഞ്ഞില്ല, ഞങ്ങൾ ക്ലിനിക്കിലുള്ള ആൾക്കാർ ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് പോണത്. അത് കാരണം ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ നല്ല പേഷ്യൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് അത്രയും പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു എന്ന് പോലും നമുക്ക് തോന്നില്ല. കാരണം അത്രക്കും നൈസായിട്ടാണ് പോണത്. ഇതെന്താ സംഭവം എന്നറിയോ? ആദ്യം എനിക്ക് 2 ബസ് കയറണമായിരുന്നല്ലോ. ഇപ്പം എനിക്ക് ഒറ്റ ബസ് മതി, ഡയറക്റ്റ്. ഞാൻ ഒരു സീക്രട്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പായിട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്താണോ നമുക്ക് ഇഷ്ടം ആ കാര്യം കണ്ടെത്തിയിട്ട് അത് ഭയങ്കര ആസ്വദിച്ച് ചെയ്താൽ മതി. എനിക്ക് ഇങ്ങോട്ട് വരാൻ ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. പക്ഷെ എനിക്കതൊരു ബുദ്ധിമുട്ടല്ല. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ രാവിലെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ബാംഗ്ലൂരിലുള്ള ട്രാഫിക്കോ ബസ്സോ അത്ര ട്രാവൽ ചെയ്യുന്നതോ ഒന്നും എനിക്കൊരു ബുദ്ധിമുട്ടല്ല. അതേ നേരത്തെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ളത് കണ്ടെത്തിയാൽ മാത്രം മതി.